guys, welcome back to my YouTube channel. I know Crazy Attacks. വന്നത് ഒരു DIY ഓണം സ്റ്റൈൽ ലുക്ക് എന്നൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഓണം ആവാറായി. അപ്പോൾ പുതിയ ഒരു എന്നത്തെയും ഒരു ഡ്രസ്സിങ് സ്റ്റൈലിൽ നിന്ന് കുറച്ചൊരു വെറൈറ്റി ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഡ്രസ്സസ് ഉപയോഗിച്ചിട്ട് ഇതിനു വേണ്ടി ഞാൻ പുറത്തുനിന്ന് ഒന്നും വാങ്ങുന്നില്ല. എൻ്റെ കയ്യിലുള്ള സാധനം വെച്ചിട്ട്, എൻ്റെ കയ്യിൽ മാത്രം മീൻസ് എൻ്റെ അമ്മയുടെ സാരിക്ക് ഞാൻ ഉപയോഗിക്കും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു പുതിയ ഓണം സ്റ്റൈൽ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ചാനൽ ഇതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെലൈക്കൻ കൂടി ഉണ്ടാകും, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ എൻ്റെ കുഞ്ഞു ഫാമിലി മെമ്പർ ആകാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല ഞാൻ അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നമ്മളുടെ ഒരു കുഞ്ഞു ഫാമിലി ഇപ്പോൾ കുറച്ചും കൂടി വലുതായി 10K ഫാമിലി മെമ്പേഴ്സ് ആവാറായി. അപ്പോൾ ഇപ്പോഴും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ നമ്മളുടെ ഫാമിലി ഒരു മെമ്പറാകും കൂടി ആവാം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ആകെ 4 ലുക്ക് മാത്രമേ കാണിക്കുന്നുള്ളൂ. കാരണം കുറേ ആയെങ്കിൽ ചിലപ്പോൾ വീഡിയോ ലെങ്തി ആയി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ 4 ലുക്കാണ് കാണിച്ചിരുന്നത്. ചിലതൊക്കെ കോമൺ ആയിരിക്കും, ചിലതൊക്കെ ചില വെറൈറ്റീസ് ഉള്ളതായിരിക്കും ഞാൻ കാണിക്കുന്നത്. 2 പാർട്ടായിട്ടായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടൈം കളയേണ്ട വേഗം വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് ആക്ച്വലി ഒരു ധാവണി സെറ്റാണ്. ചിലതൊക്കെ സിമ്പിൾ സ്റ്റൈലായിരിക്കും, കാരണം ഞാൻ ഇതുവരെ ഇതുപോലത്തെ ഇതൊന്നുമില്ല. ഇപ്പം ഞാനിപ്പോൾ ഷോൾ ഉണ്ടെങ്കിലും വേറെ ഞാൻ ഷോളൊന്നും യൂസ് ആക്കാറില്ല, ധാവണിയെല്ലാം അങ്ങനെ ഇടാറില്ല. അപ്പോൾ ഫസ്റ്റ് മോഡൽ എന്താണെന്ന് വെച്ചെങ്കിൽ ഈ ഒരു ധാവണി സെറ്റ് കൊണ്ടാണ്. ഇത് ഒരു സ്കേർട്ടും ഷോളും ടോപ്പായിട്ടുള്ള ഒരു സെറ്റാണ്. സോറി ഗൈസ്. അപ്പോൾ ഇതൊരു സെറ്റാണ്. ഇത് ഞാൻ വാങ്ങിച്ചത് AR ഹാൻഡ്ലൂംസ് കൂത്താമ്പള്ളി എന്നൊരു അവരുടെ ഇൻസ്റ്റ പേജും ഉണ്ട്. അപ്പം ഞാൻ ആ ഒരു ഷോപ്പിൽ പോയിട്ട് ഏട്ടൻ്റെ മാരേജ് ടൈമിൽ പോയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഏട്ടൻ്റെ മാരേജിന് മോർണിംഗ് ഈ ഒരു ധാവണിയായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായത്. അപ്പോൾ ഈ ഒരു സ്കേർട്ടും ടോപ്പും അതുപോലെ ഷോള് ഞാൻ ഇതുപോലെ ഇങ്ങനെ കയ്യിൽ വിടർത്തി ഇട്ടിട്ടാണ് ഇത്തവണ ഒരു സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. ഞാൻ മുന്നേ ഇങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് സ്കേർട്ട് ഇതുപോലത്തെ ഒരു സ്കേർട്ടാണ്, ഇതുപോലത്തെ ഒരു സോളിഡ് പാറ്റേൺ ആണ്. പിന്നെ താഴെ ബ്ലാക്ക് കളർ ബോർഡർ കൂടി ഉണ്ട്. പിന്നെ ഇവിടെ കെട്ടാനായിട്ട് ഇതുപോലെ വള്ളിയുണ്ട്, അപ്പോൾ അതിനും ഒരു ബ്ലാക്ക് ബോർഡർ ഉണ്ട്. പിന്നെ ഉള്ളത് ഇതിൻ്റെ ഷോളാണ്. ഷോൾ നല്ല ലെങ്തിയാണ്. നമുക്ക് ഇത് അത്യാവശ്യം നല്ല ലെങ്താണ്, നല്ല വിഡ്ത്തും ലെങ്ത്തും ഉണ്ട്. അപ്പോൾ അതിനും ബോർഡറായിട്ട് 4 സൈഡും ബോർഡറിലായിട്ട് ഇതുപോലെ ബ്ലാക്ക് കളർ ബോർഡർ ഉണ്ട്. പിന്നെ ഉള്ളത് അതിൻ്റെ ടോപ്പാണ്. ഇത് അതിൻ്റെ തന്നെ ടോപ്പാണ്, പക്ഷെ ഇതുപോലുള്ള ഒരു വർക്കാണ് ഇതിന് വരുന്നത്. സീക്വൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു മെറ്റീരിയൽ ഞാൻ പറഞ്ഞിട്ട് ഈ ഒരു മോഡൽ സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഇവിടെ പ്ലെയിനും ഇവിടെ പാറ്റേണും ആക്കി. പഫ് സ്ലീവ്സ് ആണ്. അപ്പോൾ ഈ ഒരു സ്കേർട്ടും ടോപ്പും ഷോളും യൂസ് ചെയ്തിട്ട് എങ്ങനെ രണ്ടാമതായി ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ധാവണി സെറ്റാണ്. ഈ ഒരു ധാവണി കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു പുതിയ സ്റ്റൈൽ കാണിക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതൊരു പർപ്പിൾ കളർ ഒരു ബ്ലൗസാണ്. കൈക്ക് ഇതുപോലെ വർക്കൊക്കെ ഉണ്ട്. മുമ്പിലും ബാക്കിലും പ്ലെയിൻ ആണ് ഗൈസ്. പിന്നെ ഇതുപോലെ കസവുള്ള ഒരു ഇത് ധാവണിയുടെ ഷോളാണ്. പിന്നെ ഇത് ധാവണിയുടെ സ്കേർട്ടാണ്. അപ്പം ഇത് കൊണ്ട് ഇതൊരു നോർമൽ സ്കേർട്ടാണ്. ഇതിൽ മറ്റേ മയിൽപ്പീലിൻ്റെ ഒക്കെ പ്രിൻ്റ് ഉണ്ട്. അപ്പം ഇത് കൊണ്ട് എങ്ങനെ ഒരു പുതിയ സ്റ്റൈൽ
പോകുന്നത് ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് സീരീസ് ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ വൈറ്റ് ആൻഡ് വൈറ്റ് എന്ന്. വേറെ ഒന്നുമല്ല, വൈറ്റ് ബ്ലൗസ് വിത്ത് വൈറ്റ് സാരി. അപ്പോൾ ഇങ്ങനെ ഒരു ലൈൻസ് ആയിട്ടാണ് വരുന്നത് വിത്ത് ഗോൾഡൻ ബോർഡേഴ്സ്. അപ്പോൾ സിമ്പിൾ ബ്ലൗസാണ്. ഇവിടെ പഫ് സ്ലീവ്സിന് ഇതുപോലെ ഗോൾഡൻ ബോർഡർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇത് ഈ സാരിയുടെ തന്നെ ബ്ലൗസാണ്. ഇതിലും ഗോൾഡൻ കളർ ബോർഡർ ഉണ്ട്. അപ്പോൾ ഇത് ഫോർത്ത് വണ് ഈ ഒരു ഇതാണ്. ഇത് ഒരു നോർമൽ കസവിൻ്റെ ഗോൾഡൻ കളർ കുർത്തിയിൽ ഒരു റെഡ് കളർ കസവ് ഷോളാണ്. സിമ്പിളായിട്ടുള്ള പ്ലെയിൻ ഗോൾഡാണ്. ഇവിടെ ഫ്രണ്ടിൽ ഇതുപോലുള്ള ഒരു ഹാഫ് ഇത് ഗോൾഡും പിന്നെ ഒരു ഓഫ് വൈറ്റ് കളറായിട്ടാണ് വരുന്നത്. ഈ ഒരു കുർത്തിയുടെ കൂടെ ഈ ഒരു റെഡ് ഷോള് കൂടി ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഇടുന്നത് ഒരു ക്രീം പാൻറ്റാണ്. അപ്പം നമുക്ക് ഇത് ഇത് ഞാൻ വീഡിയോ എടുക്കാൻ 2 ടൈമായിട്ടാണ് ഈ ഒറ്റ വീഡിയോ ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ചെറിയൊരു ഡിഫറൻസ് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്ന ഒരു ടൈമിൽ എനിക്ക് ഓൾമോസ്റ്റ് 10K ഫാമിലി ആയിട്ടുണ്ട്. ലൈക്ക് 9,992 സബ്സ്ക്രൈബേഴ്സ് ആയി. ഇനി വെറും 8 പേര് സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ എനിക്ക് 10K സബ്സ്ക്രൈബേഴ്സ് ആവും. ഭയങ്കര സന്തോഷമാണ്. താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. അപ്പോൾ ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്. അപ്പോൾ അവരും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കുഞ്ഞു ഫാമിലിനെയും കുറച്ച് വലിയ ഫാമിലി ആക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. എന്തായാലും ചെയ്യുന്നതാണ്. ഇത്രയേ ഉള്ളൂ DIY ഓണം സ്റ്റൈൽ ലുക്ക് എന്നൊരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് ബൈ.